പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹീതമായ ജീവിതാനുഭവവും ദൈവം നടത്തിയ നാൾ വഴികളെയും പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഇന്ന് അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ഫേബ ജസ്റ്റിൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ സാക്ഷ്യം നമ്മളുമായി പങ്കുവയ്ക്കുക. ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. ദൈവനാമം മഹിമപ്പെടുവാനിടയായിത്തീരും. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. നിങ്ങളെ സ്വാധീനിക്കുന്ന, നിങ്ങളെ സ്പർശിക്കുന്ന വാക്കുകൾ, അനുഭവങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം കഴിയും. ആകയാൽ നമുക്ക് അവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ ഫേബ ജസ്റ്റിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സാക്ഷ്യം പറയുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സന്തോഷമായിട്ട് പോകുന്നു. ഓക്കെ, ഫേബ ജസ്റ്റിൻ സഹോദരിയെ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസി ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? ദൈവത്തിന് സ്തോത്രം. ആദ്യമായി തന്നെ അരോമൽ ടിവിയിൽ കൂടെ നിങ്ങളുടെ ഒപ്പമായിരിക്കാൻ ദൈവം തന്ന ഈ ഒരു നല്ല അവസരത്തിനായി ദൈവത്തിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അതുപോലെ പാസ്റ്റർ ഡാനിയലിനോട് കൂടെ ആയിരിക്കാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ഫേബ ജസ്റ്റിൻ. ഞാനിപ്പം ജോയിൻ ചെയ്യുന്നത് പുനലൂർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് നിന്നാണ് ഞാനിപ്പം ജോയിൻ ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ. മാതാപിതാക്കന്മാരെ കുറിച്ച്, സഹോദരങ്ങളെ കുറിച്ച് ഒരു വാക്കിൽ പറയാമോ? ഞാനിപ്പം ആയിരിക്കുന്നത് പുനലൂർ എന്ന് പറയുന്നെങ്കിലും ഇതെന്റെ സ്വന്തം സ്ഥലമല്ല. എന്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് കൊട്ടാരക്കരയാണ്. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് എന്റെ മാതാപിതാക്കളോടൊപ്പമാണ്. എന്റെ പപ്പ ഒരു പാസ്റ്ററാണ്, പാസ്റ്റർ ജി ബാബു, ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യയിലെ ഒരു പാസ്റ്ററാണ്. അതുപോലെ എന്റെ വീട്ടിൽ മമ്മി, എനിക്ക് 2 ചേച്ചിമാരാണുള്ളത്. അവർക്ക് രണ്ടുപേർക്കും ഓരോ കുഞ്ഞുങ്ങളും ഓരോ ഭർത്താക്കന്മാരുമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ എന്നെ വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത് റാന്നിയിൽ വെച്ചിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത്. അച്ചാച്ചന്റെ വീട്ടിലായാലും ഡാഡി, മമ്മി, അച്ചാച്ചന്റെ സിസ്റ്ററും ഹസ്ബൻഡും ഉണ്ട്. അങ്ങനെ ദൈവകൃപയാൽ ഇങ്ങനെ പോകുന്നു. സന്തോഷം. ഓക്കെ. ഫേബ ജസ്റ്റിൻ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തിയതിന് വളരെ നന്ദി. കർത്താവ് പ്രിയ സിസ്റ്ററെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. കുട്ടിക്കാലത്തെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ, വിദ്യാഭ്യാസ കാലയളവിനെ കുറിച്ചും പാഴ്സനേജിലെ ചില നല്ല അനുഭവങ്ങളും ഓർമ്മകളൊക്കെ കാണുമല്ലോ. കൂട്ടുകാരോടൊപ്പമുള്ളതായ അനുഭവങ്ങള്, വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളൊക്കെ പറയാനുള്ള ഒരു അവസരമാണ്. തുടർന്ന് സംസാരിക്കാം. എനിക്കൊരു ഓർമ്മ വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പപ്പ ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ശുശ്രൂഷ ഉണ്ടായിരുന്നത്. അവിടെ ആയിരുന്നു എന്റെ ആ ഒരു കുഞ്ഞുനാളിലെ ഓർമ്മകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ആ സമയത്ത് ഞങ്ങൾക്ക് പാഴ്സനേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ വാടക വീടുകൾ മാറി മാറി, അന്ന് ഒരു മെഷീൻ സ്റ്റേഷൻ പോലെ ആയിരുന്നു പപ്പായെ ഒരു സുശേഷ വേലയ്ക്കായിട്ട് ഓഫീസിൽ നിന്ന് അയച്ചത്. അപ്പം ഞങ്ങളായിരിക്കുന്നത് PKV മത്തായി എന്ന് പറയുന്ന ഒരു പാസ്റ്ററുണ്ട്. ശരിക്കും ഞങ്ങളുടെ ഒരു ഗ്രാൻഡ് പേരൻസ് എന്ന പോലെയാണ് ഇപ്പോഴും ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നതും കരുതുന്നതും. കാരണം ഞങ്ങളുടെ ഒരു കുഞ്ഞൊരു പ്രായം മുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത് പ്രിയ അപ്പച്ചനായിരുന്നു. ഇപ്പോഴും അപ്പച്ചനുണ്ട്, ഓച്ചിറയുടെ പ്രദേശത്തായിരിക്കുന്നു. അങ്ങനെ ഏകദേശം 9 വർഷത്തോളം ഞങ്ങൾ ഓച്ചിറ പ്രദേശത്തായിരുന്നു. അതിനുശേഷം പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ മാറി മാറി ഇപ്പൊ പുനലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ് ഈ സമയത്ത്. അതുപോലെ തന്നെ എന്റെ ഈ ഒരു അനുഭവം എന്ന് പറയുന്നത്, ശരിക്കും പപ്പ ഒരു പാസ്റ്റർ ആണെങ്കിൽ പോലും ഞങ്ങൾക്കൊരു സുശേഷ വേലയോടോ അല്ലെങ്കിൽ പാഴ്സനേജ് എന്നുള്ള ഒരു ജീവിതത്തോടോ ഒരിക്കലും ഒരു താല്പര്യം ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നില്ല. അതായത് എന്റെ ഒരു 2 വർഷം മുന്നേ ഉള്ള ജീവിതം വരെ ഞാനൊരു
പാസ്റ്റർ ഒരു ഇനിയായാലും എന്റെ കുടുംബത്തിൽ ഒരു പാസ്റ്റർ വരരുത്, അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു ചിന്താഗതി എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു പക്ഷെ അത് മിക്കവാറും ഉള്ള പാസ്റ്റർമാരുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഇതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പിന്നീട് ദൈവം എന്നെ കുറിച്ച് അങ്ങനെ ആയിരുന്നില്ല ആഗ്രഹിച്ചത്. എന്റെ ആ തീരുമാനങ്ങളും എന്റെ ആ മനസ്സിലെ ചിന്തകളും എല്ലാം ദൈവം അതിൽ നിന്ന് എന്നെ വ്യത്യസ്തയാക്കി മാറ്റുമായിരുന്നു. കാരണം ദൈവം എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത കുറെ ഓർമ്മകളും അനുഭവങ്ങളും ദൈവം തന്ന വിടുതലുകളും എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നു. അതിലൂടെ ദൈവത്തിനെ ഉയർത്തുവാൻ ദൈവം എന്നെ ഈ നിമിഷം വരെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാനും ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ഞങ്ങൾ ഈ ജനിച്ചത്, വളർന്നത്, ഞങ്ങളുടെ വിവാഹം എല്ലാം ഞങ്ങൾ ഈ സമയം വരെ പാഴ്സനേജിലാണ്. നമ്മൾ സ്വന്തമായിട്ട് ഒരു വീട്ടിലോട്ട് ഇതുവരെ പോയി താമസിക്കൂ അങ്ങനത്തെ ഉള്ള ഒരു മെമ്മറീസ് ഞങ്ങൾക്കില്ല. എല്ലാം പാഴ്സനേജുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത്. വളരെ സന്തോഷകരമായ, കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെയെല്ലാം ഞങ്ങൾക്ക് പിന്നെ സ്വന്തം സഹോദരങ്ങളെ പോലെ, സ്വന്തം മാതാപിതാക്കളെ പോലെ അനേക പേരെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറം മറിച്ച് ചെറിയ ചെറിയ വിഷമങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ദൈവം അവിടെയൊക്കെ ഞങ്ങളെ അത്ഭുതകരമായിട്ടും അതിശയകരമായിട്ടും ഈ നിമിഷം വരെ കർത്താവിന്റെ വേലയിൽ പപ്പായോടൊപ്പം ഞങ്ങൾക്ക് കൈത്താങ്ങൽ കൊടുത്തു നിൽക്കുവാൻ ദൈവം ഞങ്ങളെ അവിടെ നിന്ന് സഹായിച്ചു. ഞങ്ങൾ 3 പെൺകുഞ്ഞുങ്ങളാണ്. ഞങ്ങളെ 3 പേരെയും പപ്പ നഴ്സിംഗ് പഠിപ്പിച്ചു. ദൈവം തന്ന നന്മകളിൽ കൂടെയാണ് കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം വഴി നടത്തിയത്. അതുപോലെ തന്നെ എന്നെയും പപ്പ നഴ്സിംഗ് പഠിപ്പിച്ചു. എന്റെ സ്വന്തം താല്പര്യത്തിനല്ല പോയതെങ്കിൽ പോലും പിതാവിന്റെ വളരെ അധികം ആഗ്രഹമായിരുന്നു ഞാനും നഴ്സിംഗ് പഠിച്ച് ആ ഒരു നിലയിൽ ആയിത്തീരണമെന്നുള്ളത്. അങ്ങനെ 4 വർഷം ഞാൻ ബാംഗ്ലൂരിന്റെ പ്രദേശത്തായിരുന്നു നഴ്സിംഗ് പഠിച്ചത്. അതിനുശേഷം 2 കൊല്ലം ഏകദേശം 2.5 കൊല്ലത്തോളം ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്തു. അവിടുന്ന് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ഇന്ത്യ വിട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി ജോലി ചെയ്ത് എന്റെ പിതാവിനെ ഒന്ന് സ്വസ്ഥമാക്കണം, മാതാവിനെ ഒന്ന് സ്വസ്ഥമാക്കണം, അവർക്കൊരു സമാധാനവും സന്തോഷവും കൊടുക്കണം എന്നുള്ളത് എനിക്കൊരു വളരെയധികം ആഗ്രഹമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ പല വഴികളിൽ കൂടെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു എനിക്കൊന്ന് പുറത്തു പോകാൻ. അങ്ങനെ എനിക്ക് ദൈവമായിട്ട് എനിക്ക് സൗദിയിൽ അരാംകോ ഗൾഫ് ഓയിൽ കമ്പനിയിൽ എനിക്കൊരു ഓഫർ കിട്ടി. അങ്ങനെ ഞാൻ ദൈവകൃപയിൽ പ്രാർത്ഥിച്ച് അതിനോടൊപ്പം തന്നെ ഞാൻ ഇന്റർവ്യൂ ഒക്കെ പാസ്സായി, ഞാൻ എക്സാം പാസ്സായി സൗദിയിൽ പോകാൻ ഇടയായി. ആ സമയത്ത് പോകുന്നതിന്റെ ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ എനിക്കൊരു വിവാഹാലോചന വന്നു. അവരെന്നെ വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. ഞാനപ്പോ അവരോട് കുറച്ച് ടൈം ചോദിച്ചു. കാരണം എനിക്ക് പോയിട്ട് പേരൻസിനെ അവരെ ഒന്ന് കുറച്ച് നാളൊന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്ന എനിക്കൊന്ന് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അതിന് കുറച്ച് സമയം ചോദിച്ചു. അവരതിന് യെസ് പറഞ്ഞു. നമ്മള് 1 ഇയർ കഴിഞ്ഞ് അല്ലെ 2 ഇയർ കഴിഞ്ഞിട്ട് കല്യാണം നടത്താമെന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ പ്രാർത്ഥനയോടുകൂടെ ഞാൻ സൗദിയുടെ പ്രദേശത്തേക്ക് കടന്നുപോയി. ഏകദേശം 2 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്യുവാൻ ദൈവം എന്നെ അവിടെ ഇടയാക്കി. പറഞ്ഞ പോലെ നേഴ്സുമാർ അനുഭവിക്കുന്ന ഒരുപാട് കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ദൈവം അവിടെ എല്ലാം അത്ഭുതകരമായിട്ട് നടത്തി. എന്റെ മാതാവിന്റെ പ്രാർത്ഥന അതുപോലെ എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ദിവസവും ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന 12 മണിക്കൂറാണ് എനിക്ക് ഡ്യൂട്ടി. ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. പലപ്പോഴും ഡ്യൂട്ടിക്ക് ഭയങ്കരമായിട്ട് പേഷ്യൻസ് വരുന്ന സാഹചര്യങ്ങൾ, എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്റെ അമ്മ എന്നും രാവിലെ എന്നെ ഈ ഒരു സമയത്ത് വിളിച്ചിട്ട് അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമേ, എന്റെ കുഞ്ഞു പോകുന്നതിന് മുന്നായിട്ട് ദൈവം അവിടെ കടന്നുപോയി അവർക്ക് മുന്നിലുണ്ടായിരിക്കുന്ന ആ ദുർഘടമേടുകളെ നിരപ്പാക്കണമേ ദൈവമേ എന്ന് മമ്മി ദിവസം ആ വാക്ക് തെറ്റാതെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ അമ്മയുടെ പ്രാർത്ഥന അതെനിക്കൊരു ഭയങ്കര ഒരു ബലമായിരുന്നു, ശക്തിയായിരുന്നു. ദൈവം എന്നെ അവിടെയും അത്ഭുതകരമായിട്ട് നടത്തി. എന്നാൽ 1 ഇയർ കഴിഞ്ഞപ്പോഴായിരുന്നു കോവിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായത്. ആ സാഹചര്യത്തിൽ എനിക്ക് കടന്നു വരാൻ സാധിച്ചില്ല. വീണ്ടും വിവാഹം ഞങ്ങളുടെ നെക്സ്റ്റ് ഇയറിലേക്ക് പ്ലാൻ ചെയ്തു. 2021 ഞങ്ങളുടെ വിവാഹം പ്ലാൻ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏപ്രിലൊക്കെ ആയപ്പം 1 വർഷം ഞാൻ ഏകദേശം ഒരു 6-7 മാസക്കാലം കോവിഡ് പേഷ്യന്റ് കൂടെ വർക്ക് ചെയ്തെങ്കിലും ദൈവം എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ സൂക്ഷിച്ചു. എന്നാൽ ഈ കോവിഡ് തീരുന്ന ഒരു സാഹചര്യം ആയപ്പോഴത്തേനും ഒരു ജൂലൈ ആയപ്പോഴത്തേക്ക് എനിക്കും കോവിഡ് വന്നു. ഏകദേശം ഒരു 10, 20, 25 ദിവസം ഞാൻ ഒരു മുറിക്കകത്ത് തന്നെ ഒറ്റയ്ക്കായിരിക്കുന്ന ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ ദൈവം അവിടെയും എന്നെ അവിടുന്ന് താങ്ങി ബലപ്പെടുത്തി ശക്തീകരിച്ചു. എന്നാൽ
അത് കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് പല ദിവസങ്ങളിലായിട്ട് എനിക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നു. ഞങ്ങളുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് വെയിറ്റിംഗ് മെഷീൻ ഉണ്ട്, എപ്പോഴും നമുക്ക് വെയിറ്റ് ചെക്ക് ചെയ്യാം. ഞാൻ എപ്പോഴും എനിക്ക് എന്തോ ഒരു മാസക്കാലം എനിക്കൊരു ക്യാരക്ടറിലുണ്ടായി. ഞാനിങ്ങനെ എപ്പോഴും വെയിറ്റ് ചെക്ക് ചെയ്യുക, എന്റെ ഓരോ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ എന്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാനതിങ്ങനെ വിചാരിച്ചോ, മേ ബി എന്റെ ഈ കോവിഡ് വന്നു, പിന്നെ ആഹാരത്തിന്റെ അതൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ ഓരോ ദിവസം എനിക്ക് ഓരോ സിംറ്റംസുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. എനിക്ക് ശ്വാസം മുട്ടലുകള്, അതുപോലെ തന്നെ എനിക്ക് രാത്രിയിൽ നൈറ്റ് സ്വെറ്റ്സ് ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ എന്റെ ഡോക്ടേഴ്സ്, എന്റെ കൊളീഗ്സുമായിട്ടൊക്കെ ഞാൻ ഷെയർ ചെയ്ത് എനിക്ക് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഡോക്ടേഴ്സ് പെട്ടെന്ന് വിചാരിച്ചു TB ആയിരിക്കുമോ. അങ്ങനെ TBയുടെ ടെസ്റ്റുകൾ ചെയ്തു, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു, എല്ലാം നോർമൽ. അപ്പൊ ഡെയിലി എനിക്ക് ഫീവർ വരാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഫീവർ വരാൻ തുടങ്ങിയപ്പോ ഞാൻ പാരാസിറ്റമോൾ കഴിക്കുന്നുണ്ട്. കുറച്ച് സമയത്തേക്ക് എന്റെ ഫീവർ സബ്സൈഡ് ആവും, പിന്നെയും അത് ഇൻക്രീസ് ആവും. അപ്പൊ നമ്മൾ വിചാരിച്ചത് കുറയുമെന്ന് ഓർത്തിരുന്നു. എന്തോ ഒരു സാഹചര്യം കൊണ്ട് എന്റെ മനസ്സിൽ എപ്പോഴോ ദൈവം തോന്നിപ്പിച്ചതായിരിക്കും, ഒരു പൾമിനോളജിസ്റ്റിനെ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഡോക്ടറെ കാണിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി. ഞാൻ അങ്ങനെ മോർണിംഗ് ഡ്യൂട്ടിക്ക് ചെന്നിട്ട് ഞാൻ പോയി. എന്റെ ERലെ ഡോക്ടർ ഉണ്ടായിരുന്നു, എന്റെ ചീഫ് ഡോക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹവും എന്റെ ഇൻചാർജും കൂടി എന്റെ ഒപ്പം വന്നു. ഞാൻ ഡോക്ടറോട് ഷെയർ ചെയ്തു, ഡോക്ടർ എനിക്ക് ഇങ്ങനെ സിംറ്റംസ് ഉണ്ട്, എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഡോക്ടർക്ക് എന്തോ ഒരു ഇത് തോന്നി. ഡോക്ടർ എന്ന് പറഞ്ഞു നമുക്ക് CT കോൺട്രാസ്റ്റ് ചെയ്ത് നോക്കാം എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ ഡോക്ടറെ കണ്ട് തിരിച്ച് എന്റെ കൊളീഗ്സിനോട് സംസാരിക്കുന്ന സമയത്ത് അവരെന്നോട് പറയുണ്ടായി, ഈ ഒരു കോൺട്രാസ്റ്റ് എടുക്കുന്നത് ശരീരത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പിന്നെ എന്റെ സഹോദരങ്ങളോടും അവരോടെല്ലാം ചോദിച്ചിട്ട് എന്തായാലും ഇത് ചെയ്യണമെന്നുള്ള തീരുമാനത്തില് ഞാൻ എത്തി. അങ്ങനെ പോയി ഞാൻ CT കോൺട്രാസ്റ്റ് ചെയ്തു. ചെയ്തതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂറോളം CT കോൺട്രാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഡോക്ടേഴ്സ് എന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ CT എടുത്തിട്ട് വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് അതുപോലെ ഡോക്ടേഴ്സ് ആരും ഒന്നും സംസാരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞാൻ തിരിച്ച് പോയി എന്റെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ ഞാൻ എന്റെ ഡോക്ടറുമായിട്ടും എന്റെ ഇൻചാർജുമായിട്ടും ഞാൻ പോയി ഡോക്ടറിനെ കണ്ടു. ഡോക്ടറിനെ കാണുന്ന സമയത്ത് അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം എന്റെ അരികെ വന്നിരുന്നിട്ട് പറഞ്ഞു, നീ ഒരു ബോൾഡായിട്ടുള്ള ഒരു കുട്ടിയാണ്, ഞാൻ പറയുന്ന എന്ത് കാര്യവും നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം എന്നോട് ആദ്യമേ ഉറപ്പിച്ചു പറഞ്ഞു. അപ്പം എന്റെ മനസ്സിൽ ഒരിക്കലും എന്തായിരിക്കും, എന്തെങ്കിലും ഒരു ചെറിയ അസുഖമായിരിക്കും, പനിയോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, ഫേബ നിനക്ക് ക്യാൻസർ ആണ്, ഏത് ടൈപ്പ് ഓഫ് ക്യാൻസർ ആണെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് എന്റെ അസുഖത്തെ പറ്റിയോ ക്യാൻസറിനെ പറ്റിയോ അല്ല. എന്റെ മുന്നിൽ ഓടി വന്നത് എന്റെ പപ്പായും മമ്മിയും മാത്രമായിരുന്നു. കാരണം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഇത്രയും ഒരു ദൂരം വന്നതും അവർക്ക് വേണ്ടിയിട്ട് എന്നും അവരൊരു സമാധാനമായിട്ടിരിക്കുന്നത് കാണാനായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും സന്തോഷം എന്ന് പറയുന്നത്. കാരണം ഞാൻ വന്നു കഴിഞ്ഞ് 1 വർഷം ആകുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ വീട്ടിലൊരു വാഹനമില്ലായിരുന്നു. എന്റെ പപ്പായും മമ്മിയും എപ്പോഴും, പപ്പ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, പപ്പായ്ക്ക് PTC സ്റ്റെന്റ് ഒക്കെ ഇട്ടിരിക്കുകയാണ്. പലപ്പോഴും ചെക്കപ്പിനൊക്കെ ബസ്സിനകത്ത് നിന്ന് പോകുന്നതും ബസ്സിൽ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ എന്റെ മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടായിട്ടുണ്ട്. പലരോടും ഒന്ന് കൊണ്ടുപോകാമോ, ഒന്ന് വരാമോ എന്നൊക്കെ ചോദിക്കുന്നത് കാണുമ്പോൾ അന്നേ ഞാൻ എന്റെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു, എന്റെ പപ്പായും മമ്മിയും എന്നും ഇനി അവർക്ക് സ്വന്തമായിട്ടൊരു വാഹനം വേണം, അതിൽ അവർക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞ് ഒരു വാഹനം ഞാൻ ബുക്ക് ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്നു. ഞാനൊരു ഭവനത്തിന്റെ പണി സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് മന്ത്ലി കിട്ടുന്ന ആ ഒരു എന്റെ സാലറി ഞാനത് എനിക്ക് ഒരു കുറച്ച് ശതമാനം മാത്രം അതിനകത്ത് എന്റെ കയ്യിൽ വെച്ചിട്ട് അവിടുത്തെ ചെലവിന് വെച്ചിട്ട് ഞാൻ ബാക്കിയെല്ലാം എന്റെ പപ്പയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും. മന്ത്ലി നമുക്ക് കിട്ടുന്ന അതുകൊണ്ട് പപ്പ ഓരോ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. വണ്ടിയുടെ ലോണ്, അതുപോലെ വീട് പണി, അങ്ങനെ ഓരോ കാര്യങ്ങൾ പപ്പ ചെയ്തു പോയിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് എനിക്ക് ആ കാര്യങ്ങൾ ഓർമ്മ വന്നു, ദൈവമേ ഞാൻ ഇത്രയും ഞാൻ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നോക്കിയിട്ട് ഞാനിത് എന്ത് ചെയ്യും, ഇനി മുന്നോട്ട് ഞങ്ങൾ എന്തായി തീരും എന്നുള്ളൊരു ചിന്ത എന്റെ ജീവിതത്തിൽ വന്നു. അതിനുശേഷം ഞാനത് അക്സെപ്റ്റ് ചെയ്തു. എനിക്കത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ കൂട്ടത്തിലുള്ളവര് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ അടുത്തുള്ളവർ ആരും എന്റെ അടുത്തില്ല. ഞാൻ അങ്ങനെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു. പെട്ടെന്ന് എനിക്ക് ശരീരത്തിന് എന്തൊക്കെയോ ഒരു പ്രയാസം പോലെ വന്നു.
ഒരിക്കലും അസുഖം വന്നു, ക്യാൻസർ വന്നു എന്നുള്ളത് എന്നെ ഒരിക്കലും ബാധിച്ചിട്ടില്ല. ഞാൻ അതങ്ങ് വിട്ടു. എന്റെ മാതാപിതാക്കൾ എന്നുള്ള ലോകം മാത്രമാണ് എന്റെ മുന്നിലുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകാര് എനിക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി. കാരണം വലിയൊരു മാസ്, ഏകദേശം 9 cm ഒരു മാസ് ചെസ്റ്റിനകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ലൈക്ക് ഹോഡ്കിൻസ് ലിംഫോമ ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത്രയും വലിയൊരു മാസ് ഇരുന്നിട്ടാണ് എനിക്ക് ഈ ചെസ്റ്റ് ഹെവിനെസ്സും അത്രയും ബുദ്ധിമുട്ടുകളും ഉണ്ടായത്. അപ്പം അതൊരു കാർഡിയക് തൊറാസിക് സർജന് മാത്രമേ ആ ഒരു ബയോപ്സി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനത് സൗദി ചെയ്യുവാണെങ്കിൽ റിസ്കിയാണ്, എന്റെ കാര്യത്തിൽ കൺസൾട്ട് ചെയ്യാൻ ആരുമില്ല. അങ്ങനെ ഇത്രയും പെട്ടെന്ന് ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു, നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന സമയത്തായാലും എന്റെ ഫാമിലിയും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇനി വിവാഹം ഉറപ്പിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഫാമിലിയും ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ എന്നെ വന്ന് പിക്ക് ചെയ്തു. ഞങ്ങൾ ആ ദിവസം തന്നെ നമ്മൾ ലിസി ഹോസ്പിറ്റലിൽ പോയി. നമ്മുടെ കേരളത്തിൽ തന്നെ 2 ഡോക്ടർമാർ, ഒന്ന് അമൃത ഹോസ്പിറ്റലും ഒന്ന് ലിസി ഹോസ്പിറ്റലുമാണ് കാർഡിയക് തൊറാസിക് സർജൻ ഉള്ളത്. അപ്പൊ നമ്മൾ ലിസി ഹോസ്പിറ്റലിൽ തന്നെ അപ്പോയിന്റ്മെന്റ് എടുത്തു ഡോക്ടറിനെ കാണാൻ വേണ്ടി. ഇനീഷ്യൽ ബ്ലഡ് ചെക്കപ്പുകൾ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ വന്നു. ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ബയോപ്സി ചെയ്യാൻ വേണ്ടിയിട്ട് ലിസി ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അതേ ദിവസം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ടൊരു ദൈവമേ, അപ്പൊ തന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടായി. അങ്ങനെ ആ സമയത്തും എന്റെ മാതാപിതാക്കളെ അറിയിച്ചിട്ടില്ല എനിക്ക് ക്യാൻസർ ആയിട്ടാണ് ഈ നാട്ടിൽ വന്നത്. അപ്പം അവരോട് പറയുന്നുണ്ട് ലങ്സിന് ഇച്ചിരി ഇഷ്യൂ ഉണ്ട്, അങ്ങനെ പ്രശ്നമുണ്ട് എന്ന് മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. കാരണം അവർക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യമില്ല, മനസ്സിലില്ല. അങ്ങനെ ചെന്നു ഞാൻ ബയോപ്സി ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ജീവിതത്തിൽ ഓർക്കുന്നത് അത് ഒരു ചെറിയ പ്രൊസീജിയർ ആയിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ CT ഗൈഡഡ് ആയിട്ടുള്ള ബയോപ്സി ആയിരുന്നു ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ നെഞ്ചിന്റെ ആ ഭാഗത്ത് വലിയൊരു നീഡിൽ ഇറക്കിയിട്ട് അത് പല പ്രാവശ്യമായിട്ടാണ് അവരത് സ്റ്റിക്ക് ചെയ്ത് ഓരോ അതിനകത്ത് സാമ്പിൾ എടുക്കുന്നത്. അതെന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് അനസ്തേഷ്യ തരാൻ പറ്റത്തില്ല, അത്ര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ബയോപ്സി ആയിരുന്നു. ശരിക്കും നമ്മുടെ കയ്യിൽ പോലും ഒരു കുഞ്ഞു മുറിവുണ്ടായാൽ നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. ശരിക്കും അത് നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്താകുമ്പോഴത്തേനും നിയർ ഹാർട്ട് ആകുമ്പോഴത്തേനും നമുക്കുണ്ടാവുന്ന വേദന അതിഭയങ്കരമായിട്ടുള്ള വേദനയാണ്. ആ സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ഈ അസുഖം എന്തിനു തന്നു എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചില്ല. എനിക്കിത് സഹിക്കാനുള്ള ഒരു ശക്തി, വേദന ഒന്നും സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണേ യേശുപ്പച്ചാ. ഞാൻ അവിടെ കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അത്ര വേദനയായിരുന്നു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു 10 days കഴിഞ്ഞിട്ടേ റിസൾട്ട് വരത്തുള്ളൂ, നിങ്ങൾക്ക് വീട്ടിലേക്ക് കടന്നു പോകാന്ന് പറഞ്ഞു. 10 ദിവസം കൊണ്ട് ഞാൻ വീട്ടിൽ വന്നത് ക്യാൻസർ ആയിട്ട് വന്നു, ബയോപ്സി ചെയ്തു എന്നുള്ള കാര്യം ഞാൻ എന്റെ മൈൻഡിൽ നിന്നേ മാറ്റി. ഞാൻ 2 വർഷം കൂടി നാട്ടിൽ വന്നു, നല്ല ആഹാരം കഴിക്കാം എന്നൊക്കെയുള്ള ഒരു ചിന്തയായി. ഞാൻ ഈ രോഗാവസ്ഥയെ പറ്റിയേ മറന്നു. 10 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ആ സമയത്ത് ബയോപ്സി ചെയ്യുന്ന സമയത്തും അച്ചാച്ചന്റെ ഫാമിലി നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ ആ റിസൾട്ട് അച്ചാച്ചന്റെ ഫോണിലാണ് വന്നത്. എനിക്ക് ഇതുപോലെ ക്യാൻസർ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്തുള്ള റിസൾട്ട് അദ്ദേഹത്തിന്റെ ഫോണിലാണ് വന്നത്. അപ്പം എന്റെ വീട്ടിൽ ആ റിസൾട്ട് എല്ലാവരും അറിഞ്ഞു, എന്നോട് പറയുന്നില്ല. അപ്പ പെട്ടെന്ന് വണ്ടി എടുത്ത് വെളിയിൽ പോയി. മമ്മിയുണ്ട്, ആരും എന്നോട് സംസാരിക്കുന്ന, ആരും ഭക്ഷണം കഴിക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ കാര്യങ്ങളെ മറന്നു, എന്റെ ബയോപ്സി ചെയ്തു എന്നുള്ള കാര്യം. ഞാൻ പെട്ടെന്ന് ഞാൻ മാത്രം ആഹാരം കഴിക്കുന്നു. ഏകദേശം ഒരു രാത്രി സമയമായപ്പോഴത്തേനും എന്റെ അച്ചാച്ചനാണെങ്കിൽ രാത്രി എന്റെ വീട്ടിലോട്ട് വരും. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഈ വീട്ടിലോട്ട് എന്തിനാ ഈ രാത്രി സമയത്ത് വരുന്നത് എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ പെട്ടെന്ന് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കണ്ട, ഒന്ന് പുറത്തോട്ട് വരാൻ പറഞ്ഞു. ഞാൻ പുറത്തോട്ട് ചെന്നു. അപ്പം എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്ന കാര്യങ്ങൾ നീ എല്ലാം മനസ്സിലാക്കണം, നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇതെല്ലാം അതിജീവിക്കും എന്ന് അദ്ദേഹം ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? നിനക്ക് ക്യാൻസർ ആണ്, ഹോഡ്കിൻസ് ലിംഫോമ. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്താ, ഞാൻ ഓൾറെഡി അത് അക്സെപ്റ്റ് ചെയ്തു എന്റെ മനസ്സിൽ. ഞാൻ പറഞ്ഞു അതിനെന്താ, നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം, കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, ആരും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരെയും സമാധാനപ്പെടുത്തി. പക്ഷെ എങ്കിൽ പോലും എന്റെ മനസ്സിന്റെ ഉള്ളിൽ എനിക്ക് പലവിധമായ ഭാരങ്ങൾ വന്നു. ഞാൻ എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും ട്രീറ്റ്മെന്റ്, അങ്ങനെ ഒരുപാട് ടെൻഷൻസ് വന്നു. പക്ഷെ ഞാൻ ആരെയും അത് അറിയിച്ചില്ല. ദൈവത്തോട് പറഞ്ഞു എല്ലാം സഹിക്കാനുള്ള ശക്തി മാത്രം എനിക്ക് തരിക എന്ന് മാത്രം ദൈവത്തോട് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ റിസൾട്ട് അറിഞ്ഞു. നെക്സ്റ്റ് ഡേ ആയി. ആ സമയത്ത് എന്തായാലും എന്റെ പപ്പായും മമ്മിയും തീരുമാനിച്ചു അച്ഛന്റെ ഫാമിലി വിളിച്ചറിയിക്കാം, മകന് വേറൊരു വിവാഹം ആലോചിച്ചു. നമ്മള് മനഃപൂർവ്വമായിട്ട് ഒരാളുടെ ജീവിതം, മുന്നോട്ടുള്ള ജീവിതം നമ്മൾ തകർക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു തോന്നല് എന്റെ മാതാപിതാക്കൾക്കുണ്ടായി.
അവര് വിളിച്ചറിയിച്ചു. ആ സമയത്ത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ റെസ്പോണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കൂടെ കഴിയത്തില്ല. ലോകത്തിൽ ആരും എടുക്കാൻ തുനിയാത്ത ഒരു തീരുമാനമാണ് അവരെടുത്തത്. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്, ഞങ്ങള് മോളെ മരുമകളായിട്ട് കണ്ടു കഴിഞ്ഞു, ഞങ്ങൾക്ക് മോനെയും കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കുഞ്ഞുങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താമെന്ന് പറഞ്ഞു. ആ സമയത്ത് നമുക്കത് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്റെ പപ്പ, മമ്മി, എന്റെ മമ്മിക്ക് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണുള്ളത്. അവരുടെ ഫാമിലി എല്ലാരെയും ഇവരെ വിളിച്ചു ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്തു. നിങ്ങളത് നല്ലപോലെ ചിന്തിക്കണം, ചിന്തിച്ചിട്ടേ ഈ തീരുമാനം എടുക്കാവുള്ളൂ. അപ്പോഴവരെല്ലാം പറഞ്ഞു, ഇനി ഇങ്ങോട്ട് ഒന്നും പറയണ്ട, മോന് മോളെ തന്നെ വിവാഹം കഴിക്കണമെന്നാണ്, അവൻ അവളുടെ കൂടെ ഒപ്പം നിൽക്കണമെന്നാണ് ആഗ്രഹം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി ഫേബ അല്ലാതെ വേറെ ഒരാളെ വിവാഹം കഴിക്കത്തില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് അവളെ വിവാഹം കഴിപ്പിച്ച് തരണം. അദ്ദേഹം മാതാപിതാക്കളോട് പറഞ്ഞത്, ഞങ്ങൾക്കൊരു രജിസ്റ്റർ മാരേജ് ചെയ്ത് തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. എന്നാൽ അപ്പം അവിടുത്തെ ഡാഡിയും മമ്മിയും പറഞ്ഞു, എന്തിനാ രജിസ്റ്റർ മാരേജ് ആക്കുന്നത്, നമുക്കൊരു വിവാഹമായിട്ട് നടത്താൻ മോനെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് സ്വപ്നം പോലെ ഒരു വിവാഹമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മുടെ കൂടെ ഒപ്പം നിന്നവരുണ്ട്, നമ്മളെ ആ സമയത്തും തളർത്താൻ നോക്കിയവരുണ്ട്. എങ്കിലും ദൈവം അവിടെ ഭയങ്കര ശക്തമായിട്ട് ദൈവം ഞങ്ങളെ അവിടുന്ന് ഉയർത്തി, ദൈവം അവിടുന്ന് മാനിച്ചു. ഒരു വലിയ സങ്കടത്തിന്റെ ഒരു കടലിരച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നെങ്കിലും അതിനപ്പുറം അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ഒരു വലിയ സന്തോഷം കൂടെ. വിവാഹം എന്നൊരു കാര്യം എന്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന സാഹചര്യത്തിൽ ദൈവം അതിനേക്കാട്ടിലും അത്ഭുതകരമായിട്ട് ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. 2 ദിവസം കൊണ്ട് ആ ഒരു വിവാഹം, സെപ്റ്റംബർ 1-ാം തീയതി എന്റെ റിസൾട്ട് വന്നു. സെപ്റ്റംബർ 4-ാം തീയതി ഞങ്ങളുടെ കല്യാണം ദൈവം ഏറ്റവും അത്ഭുതകരമായിട്ട് ദൈവം നടത്തി തന്നു. ഇപ്പോഴും യൂട്യൂബിൽ ഞങ്ങളുടെ സാക്ഷ്യം, ഞങ്ങളുടെ ഇത് ആ കല്യാണം കിടപ്പുണ്ട്. എല്ലാവരും ആ മാരേജ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇത് പെട്ടെന്ന് 2 ദിവസം കൊണ്ട് നടന്ന കല്യാണമാണോ തോന്നിപ്പോകും. അതുപോലെ ദൈവം ഏറ്റവും മനോഹരമാക്കി ദൈവം ആ ഒരു വിവാഹം നടത്തി തന്നു. വെരി നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ വെല്ലൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വെല്ലൂർ CMC, എല്ലാരും ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേ CMC പോയാൽ രക്ഷപ്പെടും എന്നുള്ള ഒരു ഇതിലായിരുന്നു. ആ റിസൾട്ട് വരുന്നതിന് മുന്നേ എന്റെ മമ്മി ചില കാര്യങ്ങൾ അറിഞ്ഞിട്ട് മമ്മി പറഞ്ഞു, ഒരിക്കലും എന്റെ ദൈവം എന്നോട് ചെയ്യത്തില്ല, ദൈവത്തോട് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നയാ എന്ന് പറഞ്ഞു മമ്മി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മമ്മി അങ്ങനെയല്ല, നമുക്ക് തരുന്ന എന്ത് കാര്യമായാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. അവർക്കതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല മകൾക്ക് ക്യാൻസർ ആണെന്നുള്ള കാര്യം. നമുക്ക് പെട്ടെന്ന് ഒരു വിവാഹമാണെങ്കിൽ പോലും ശരിക്കും മനസ്സിലൊരു വല്ലാത്തൊരു ഭാരം, ഒരു നല്ല വസ്ത്രം മേടിക്കാനോ ഒരു വിവാഹത്തിൻ്റെതായ ഒരു സന്തോഷം നമുക്ക് പെട്ടെന്ന് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടം, വീട്ടിലുണ്ടായിരുന്ന ഡ്രസ്സുകൾ ഇട്ട് എല്ലാവരും പോയി സംബന്ധിച്ചു, വന്നു, കണ്ടു. അങ്ങനെ ഞങ്ങള് വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് ഞങ്ങൾ ഡോക്ടറെ ആദ്യമായിട്ട് കാണാൻ പോവുകയാണ്. ഡോക്ടർ അനൂപ് ദേവസ്യ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ട് അവിടെ. അദ്ദേഹം മലയാളിയാണ്, അവിടുത്തെ മലയാളിയായിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടർ ചോദിച്ചു, ഓക്കെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ജസ്റ്റ് 2 days എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ എന്റെ അടുത്ത് തിരിഞ്ഞിരുന്നിട്ട് ചോദിച്ചു, എത്ര ദിവസമായി? ഞാൻ പറഞ്ഞു, ഡോക്ടറെ 2 ദിവസം മാത്രമേ ഉള്ളൂ. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തോ പറ്റി ഈ സാഹചര്യം എന്ന് ചോദിച്ചപ്പോ ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഫേബ നീ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതിയായിട്ടുള്ള ഒരാളാണ്, നിനക്ക് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ആണ് നിന്റെ ജീവിതത്തിൽ കിട്ടി, ഇദ്ദേഹം നിന്നോടൊപ്പം ഉള്ള കാലത്തോളം നീ ഇതിനെ അതിജീവിക്കും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, നിന്റെ മുടി ചിലപ്പോൾ നമുക്ക് അങ്ങ് ഷേവ് ചെയ്ത് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്ത്, ദൈവമേ എന്റെ മുടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള ഒരു തോന്നൽ എന്റെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടായി. ഞാൻ ആ സമയത്ത് എനിക്ക് ചെറിയൊരു വിഷമവും പോലെ വന്നു, മുടി പോയി കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഫേബ ഇത് പോയാലും നിനക്ക് ഇരട്ടിയായിട്ട് ദൈവം നല്ല മുടി തരും, അതൊന്നും ഒരു സാരമുള്ള കാര്യമല്ല എന്ന് അദ്ദേഹം എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഏത് സ്റ്റേജ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് PET CT വേണ്ടിയിട്ട് എഴുതി തന്നു. അതിനകത്താണ് നമ്മൾ അറിയുന്നത് ഏത് സ്റ്റേജ് ക്യാൻസർ ആണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അടുത്ത ഡോക്ടറെ കാണാൻ പോയി. ആ ഡോക്ടറിന്റെ പേര് ഡോക്ടർ ജസ്റ്റിൻ എന്നാണ്. ആ ഡോക്ടറെ കാണാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടറും ഇങ്ങനെ ചോദിച്ചു, ജസ്റ്റ് 2 days ആന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിനും ഒരു ഭയങ്കര അത്ഭുതം, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അദ്ദേഹം എന്നോട് പറഞ്ഞു,
ഫേബ, ജസ്റ്റിൻ, അപ്പൊ അച്ഛന്റെ പേരും ജസ്റ്റിൻ എന്നാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എനിക്കത് പിന്നെ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. കാരണം ഒരു ഡോക്ടർ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണിരുന്നത്. അദ്ദേഹം CT തുടങ്ങുന്നതിന് മുന്നേ എനിക്കും അച്ഛനും വേണ്ടി അവിടെ ഇരുന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അന്ന് ആ സമയം അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്നൊരു വാക്ക് വന്ന്, ദൈവമേ ഇതൊരു ടെസ്റ്റ് മണി ആക്കണേ, മിറാക്കിൾ ടെസ്റ്റ് മണി ആക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാനും ദൈവത്തിനോട് പറഞ്ഞു, കർത്താവേ എനിക്കിത് മറ്റുള്ളവരോട് സാക്ഷ്യം പറയുവാൻ ഒരു ദൈവമേ സാഹചര്യത്തിന് ഇടയാക്കി തീർക്കണേ എന്ന് ഞാനും ദൈവത്തോട് പറഞ്ഞു. കാരണം സുവിശേഷ വേല ചെയ്യുന്നതിനോട് വളരെ എതിർപ്പുള്ള ഒരാളായിരുന്നു. കുഞ്ഞിലെ മുതലേ ഈ ജനിച്ചതും ഈ വളർന്നതും എല്ലാം ഒരു പെന്തക്കോസ്തിന്റെ അനുഭവത്തിലായിരുന്നെങ്കിൽ പോലും ആ ഒരു അനുഭവത്തെ എനിക്കെന്തോ ഒരു ദേഷ്യമോ, ദൈവത്തോട് സ്നേഹവും ദൈവത്തോട് അധികമായ വിശ്വാസവും ഉണ്ടെങ്കിൽ പോലും സുവിശേഷ വേലയോട് എനിക്ക് എന്തൊന്നില്ലാത്ത ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം ആ രീതിയിൽ കൂടെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനൊരു അനുഭവത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ എന്റെ സാക്ഷ്യം പറയാൻ ദൈവം ഇടയാക്കി തീർക്കുള്ളൂ. ദൈവം അപ്പോഴേ എന്നെ ദൈവം കണ്ടിരുന്നു. അതിന് ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ റിസൾട്ട് വന്നു. ആ റിസൾട്ടിനകത്ത് അറിഞ്ഞു 4th സ്റ്റേജ് ഓഫ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അപ്പോഴും ഞാൻ തളർന്നില്ല. എന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എന്റെ അച്ചാച്ചൻ തളർന്നില്ല. വീട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവരെല്ലാം ഭയങ്കരമായിട്ട് ഒരു മരണവീട് പോലെ ആയിത്തീർന്നു. വീട്ടിലാരും ഭക്ഷണം കഴിക്കുന്നില്ല. കൂട്ടത്തിൽ വന്നത് എന്റെ മൂത്ത ചേട്ടത്തിയും അതുപോലെ എന്റെ മൂത്ത ചേട്ടനുമായിരുന്നു വന്നത്. ശരിക്കും പറഞ്ഞാൽ വെല്ലൂര് തുടങ്ങി നമ്മൾ തിരിച്ച് നാട്ടിൽ വരാൻ തീരുമാനിച്ചു. ആ സമയം വരെ അവര് ഭയങ്കരമായിട്ട് കരയുകയും വിഷമിക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, നമുക്ക് വെല്ലൂര് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ട്, ബിൽവേഴ്സ് ഹോസ്പിറ്റൽ തിരുവല്ല. ഡോക്ടർ അനൂപ് ജേഴ്സിയുടെ ഒരു സീനിയർ ഡോക്ടർ ചെപ്സി, അദ്ദേഹം അവിടെ ഉണ്ട്, നമുക്ക് അവിടെ പോയി കാണിക്കാം. അതാകുമ്പോൾ ഇവിടെ വന്ന് നമുക്ക് രണ്ടെട് കൊടുത്ത് താമസിക്കേണ്ട, പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടാവും നാട്ടില് എന്നോർത്ത് നമ്മൾ തിരിച്ച് നാട്ടിൽ വരാൻ തീരുമാനിച്ചു. നാട്ടിൽ വരുന്ന സമയത്തായാലും ഇവരാരും ഭക്ഷണം കഴിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഹോട്ടലിൽ നിർത്ത്, നമുക്ക് ഭക്ഷണം കഴിക്കാം. കാരണം ഞാൻ അപ്പോഴത്തേനും ദൈവം എന്നെ അപ്പോഴത്തേക്ക് സ്ട്രോങ് ആക്കി. അപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേരോട് എല്ലാരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അനേക പേരുടെ പ്രാർത്ഥനയായിരിക്കും. ദൈവം അവിടെ എല്ലാം എന്നെ ഭയങ്കരമായിട്ട് ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് ദൈവം എന്നെ നിർത്തി. ഞാൻ കരഞ്ഞില്ല, പതറിയില്ല. ദൈവത്തോട് ഒറ്റ കാര്യം മാത്രം അപ്പോഴും ചോദിക്കുന്നുള്ളൂ, എനിക്ക് സഹിക്കാനുള്ള ശക്തി മാത്രം തരണേ യേശോപ്പച്ചാന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്ന് ബിലിവേഴ്സ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഡോക്ടറോട് സംസാരിച്ചു. അപ്പോഴും അദ്ദേഹവും നല്ല പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹോദരനെ പോലെ തന്നെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കൈത്താങ്ങലും തന്നൊരു ഡോക്ടറായിരുന്നു ഡോക്ടർ ചെപ്സി. അദ്ദേഹത്തിന്റെ ടീം, ഹോസ്പിറ്റൽ എല്ലാം നല്ലൊരു സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക് തന്നത്. കാരണം ഞങ്ങളുടെ ഒരു സ്റ്റോറി എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയതുകൊണ്ട് അവർക്ക് പ്രത്യേക ഒരു കരുതലും സ്നേഹവും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കീമോ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ കീമോ ആണ് എൻ്റെ ജീവിതത്തില്. ഞാനൊരു പേഷ്യന്റിനെ ശുശ്രൂഷിക്കുന്നതിലപ്പുറം ഞാനൊരു രോഗിയായി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഏകദേശം 3 മണിക്കൂർ കൊണ്ട് പോകേണ്ട കീമോ ഏകദേശം ഒരു 5-5.5 മണിക്കൂർ എടുത്ത്. കാരണം അത്ര പെയിൻഫുൾ ആയിട്ടുള്ള കീമോ ആയിരുന്നു. 2 കൈയും മാറി മാറി തിരുമ്മി എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. എങ്കിലും ദൈവം അവിടെ എന്നെ താങ്ങി. കീമോ എടുത്തോണ്ടിരുന്ന സമയത്ത് എന്റെ വെയിൻ ഭയങ്കര വീക്കായിരുന്നു. അത് കാരണം എനിക്കൊരു പിക്ക് ലൈൻ ഇടേണ്ടി വന്നു കയ്യില്. അപ്പം അതും ഏകദേശം നമുക്ക് പെർമനന്റ് ആയിട്ട് കയ്യിലിടുന്ന 6 months 1 year ഒക്കെ നമുക്ക് ഇടാൻ പറ്റും. അത് നമുക്ക് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് ഇട്ടിട്ട് നിയർ ഹാർട്ട് വരെ ഇട്ടേക്കുന്ന ഒരു ലൈനാണ്. അപ്പൊ കീമോ പോകുന്നത് അത്ര പെയിൻഫുൾ ആവത്തില്ല. കീമോയുടെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും, പക്ഷെ കീമോ പോകുമ്പോൾ പെയിൻഫുൾ ആയിരിക്കത്തില്ല. അങ്ങനെ ഓരോ ദിവസവും കടന്നുപോയി. കീമോയ്ക്ക് ചെല്ലുമ്പോഴും ഓരോ സമയത്തും എനിക്ക് നടക്കാനൊക്കത്തില്ല. അച്ചാച്ചനാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. എന്റെ ഫസ്റ്റ് കീമോ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നത്. അതിനു മുന്നേ പോയിട്ടില്ല. ഒരു രാത്രി 10:30 ആയപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് കീമോ കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ എന്റെ മുടിയൊക്കെ ഷേവ് ചെയ്തു. ഞാൻ അവിടെ ആയിരുന്നു ഏകദേശം 1 വർഷത്തോളം. അവിടെയായിരുന്നു എന്റെ ട്രീറ്റ്മെന്റ് ഫുള്ള്. അവിടുത്തെ ഡാഡി, മമ്മി, സിസ്റ്റർ അവരെല്ലാം ആയിരുന്നു എന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. കാരണം ഇങ്ങോട്ട് എന്നെ വിട്ടിട്ടേ ഇല്ല, എന്റെ വീട്ടിലേക്ക് വിട്ടിട്ടേ ഇല്ല. കാരണം എന്റെ മാതാപിതാക്കൾ നോക്കുന്ന പോലെ തന്നെ വേണ്ടുന്ന കരുതലും സ്നേഹവും കാര്യങ്ങളും എല്ലാം തന്ന് അവരെന്നെ നോക്കി.
അപ്പൊ കീമോയ്ക്ക് പോകുന്ന സമയത്തല്ല അവിടെ ചെന്ന് നമുക്ക് വീൽ ചെയറിലാണ് പോകേണ്ടത്. അപ്പം അവിടെ നമുക്ക് പോട്ടർമാരുണ്ട് കൊണ്ടുപോകാൻ വേണ്ടി. അച്ചാച്ചൻ അവരെ സമ്മതിക്കത്തില്ല. അദ്ദേഹം തന്നെ എന്നെ വീൽ ചെയറിൽ ഇരുത്തി സ്വന്തമായിട്ട് അദ്ദേഹം തന്നെ എന്നെ മൂവ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി എന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. അപ്പോഴെല്ലാം ഡോക്ടർ പറയും, നീ ഭയങ്കര ലക്കിയാണ് ഫേബ, നിന്നെ എത്ര കെയർ ആയിട്ടാ നിന്നെ നോക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം ഡോക്ടർ എപ്പോഴും പറയുമായിരുന്നു. കീമോ എടുക്കുന്ന സമയത്ത് എന്റെ തൊട്ടടുത്ത് എന്റെ കട്ടിലിൽ വന്നിരിക്കും. ഞാൻ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട്, ഞാൻ വെള്ളം കുടിക്കാത്തതുകൊണ്ട്, ഞാൻ എപ്പോ കഴിക്കുന്നോ അതുവരെ ഭക്ഷണം കഴിക്കാതെ എന്റെ ഒപ്പം എന്റെ കാലിന്റെ സൈഡിൽ വന്ന് ഇങ്ങനെ ഇരിക്കും. എനിക്കത് കാണുമ്പോൾ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ദൈവമേ ഇതൊക്കെ എങ്ങനെ ഒരാൾക്ക് സാധിക്കുന്നു? ഒരു ക്ഷമയില്ലാത്ത ഒരു വ്യക്തിക്ക് ഇത് ഒരിക്കലും സാധിക്കത്തില്ല. കാരണം അത്രയധികം ക്ഷമ അദ്ദേഹത്തിനുണ്ടായിരുന്നു. വീട്ടിലായാലും വന്നു കഴിയുമ്പോൾ സിവിയർ വോമിറ്റിംഗ്, ബോഡി പെയിൻ, എപ്പോഴും ഞാൻ എവിടെയാ വോമിറ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ആ സമയത്തെല്ലാം അദ്ദേഹം ഒരു മടിയും കൂടാതെ അത് ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, മടുക്കുവോ ദൈവമേ, മടുത്തു പോകുമോ? എന്നാൽ ഓരോ ദിവസവും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നതും എന്നെ കെയർ ചെയ്യുന്നതും, ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെ കൊണ്ടു നടക്കുന്നു അതുപോലെ എന്നെ കുളിപ്പിക്കുന്നത്, എന്നെ കഴിപ്പിക്കുന്നത്, എന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം വളരെ ഇതായിട്ട് വളരെ സ്നേഹത്തോടെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. ദൈവം ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും ദൈവം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെ എന്റെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം നോക്കുവാൻ ഇടയായി തീർന്നു. പല രാത്രികളിലും എനിക്ക് വേദന കൂടി, അസഹനീയമായ വേദനയാണ്, അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ക്യാൻസർ ആണോ, ഓ അതിപ്പോ ഒരു പനി വരുന്നത് പോലെ ഉള്ളൂ. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അവരനുഭവിക്കുന്ന വേദന, അവരനുഭവിക്കുന്ന വേദനയുടെ തീഷ്ണത ഒരാൾക്കും മനസ്സിലാവത്തില്ല. അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അതറിയത്തുള്ളൂ. അത് ലോകത്തിലെ ഒരാൾക്കും, എനിക്കറിയാവുന്ന ഒരാൾക്കും അങ്ങനെ ഒരു വേദന കൊടുക്കല്ലേ ദൈവമേ എന്ന് ഞാൻ പല ആവർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരു രാത്രിയിൽ വേദന കൂടി, പല രാത്രികളിൽ വേദന കൂടിയിട്ട് എനിക്ക് എന്റെ ബോധം പോകുന്ന അവസ്ഥയാണ്. രാത്രി 2 മണിക്കും 1 മണിക്കും ഒക്കെ എന്നെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകും. അങ്ങനെ തിരിച്ചു വരും, പെയിൻ കില്ലർ എടുക്കും. അങ്ങനെ ഏകദേശം 6 മാസത്തോളം എന്റെ കീമോ കഴിഞ്ഞു പോയി. അങ്ങനെ ലാസ്റ്റ് കീമോ കഴിഞ്ഞിട്ട് എന്റെ സ്കാനിങ് ആണ്. സ്കാൻ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. കാരണം അതിനകത്തൊന്നും ഉണ്ടാവല്ലേ ദൈവമേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോയി. സ്കാൻ ചെയ്യാൻ പോകുന്ന സമയത്ത് എന്റെ മമ്മിയുണ്ട് കൂടെ, അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ട്. അപ്പൊ മമ്മി എന്റെ അടുത്ത് പറഞ്ഞു, മോനെ ഇതൊന്നും പേടിക്കണ്ട, ദൈവം ഇതിനകത്ത് അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുക, നീ ഒന്നും കൊണ്ടും ഭാരപ്പെടരുത്. അപ്പോഴും എന്റെ മനസ്സിലുണ്ട്, ദൈവമേ 4th സ്റ്റേജ് ക്യാൻസർ ആണ്, ഇത് അങ്ങനെ അങ്ങ് അത്ര പെട്ടെന്ന് പോകുമോ എന്റെ ശരീരത്തു നിന്ന് എന്നൊക്കെയുള്ളൊരു സംശയം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ സ്കാൻ കഴിഞ്ഞു. ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ചെന്നു, സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ചെന്നു. ഞാൻ ആ റിപ്പോർട്ടിനകത്ത് പല കാര്യങ്ങൾ കാണുന്ന പോലെ എനിക്ക് തോന്നി, ക്യാൻസറിന്റെ എന്തൊക്കെയോ ഉണ്ട്. ഞാൻ ഇങ്ങനെ മനസ്സിൽ സ്വയമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഡോക്ടറിനെ കാണാൻ മമ്മി എന്റെ കൂട്ടത്തിൽ കയറണ്ട, അമ്മയ്ക്ക് വിഷമാവും. മമ്മി എന്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു അല്പവിശ്വാസി ആവരുത്, നീ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാ. നമ്മുടെ ദൈവം അത്ഭുതത്തിന്റെയും രോഗശാന്തിയുടെയും ദൈവമാണ്. ദൈവം നിനക്ക് രോഗസൗഖ്യം തന്നിരിക്കുക, നീ വിശ്വാസത്തോടെ കേറിപ്പോ, ഞാൻ നിന്റെ കൂടെ വരും. നമ്മൾ ആ അത്ഭുതത്തിന്റെ ദൈവം വിടുവിച്ചു എന്നുള്ള സാക്ഷ്യം കേട്ട് നമ്മൾ തിരിച്ചിറങ്ങി വരുന്നു. മമ്മി എനിക്ക് അപ്പൊ ധൈര്യം തന്നു. അങ്ങനെ മമ്മിയും അച്ചാച്ചനും ഞാനും കൂടെ ഡോക്ടറെ കാണാൻ വേണ്ടി അകത്ത് കയറിയിരുന്നു. ഡോക്ടറോട് സംസാരിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മുഖത്തൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫേബ നിന്റെ ഈ റിസൾട്ടിനകത്ത് ക്യാൻസറിന്റെ സെൽസുകളൊന്നുമില്ല. ഞാനപ്പോ പറഞ്ഞു, അപ്പൊ ഞാൻ ഇങ്ങനെ സംശയത്തോടെ ഇരുന്നു. മമ്മിക്കും അച്ചാച്ചനും ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഒന്നും കൂടെ നോക്കാമോ? പറഞ്ഞു, ഫേബ ഇത് നിന്റെ റിസൾട്ടാണ്, ഫേബ ജസ്റ്റിന്റെ റിസൾട്ട് ആണിത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ക്യാൻസർ സെല്ലുകൾ ഇല്ല, ഇതിനകത്ത് ഇനി ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. സോ നീ അതുകൊണ്ട് ഇതിനെപ്പറ്റി ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ, എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ദൈവം എന്നോട് ഇത്രയും കരുണ ദൈവം എന്നോട് കാണിച്ചല്ലോ. കാരണം അത്രയും ഒരു വലിയൊരു ആ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തില് ഞാനിപ്പോ ഓർക്കത്തുപോലും ഇല്ല. ചില സമയത്ത് എനിക്ക് ഓർമ്മയിൽ വന്നപ്പോൾ ഞാനത് എങ്ങനെ മൈൻഡിൽ മാറ്റിവിടും. കാരണം അത്രയ്ക്കും വേദന സഹിച്ചുള്ള ജീവിതമായിരുന്നു. അതിന് മുന്നോട് തന്നെ ഈ സ്കാൻ ചെയ്യുന്നതിന്റെ 1 മാസം മുന്നേ, കീമോ കഴിഞ്ഞിട്ടായിരുന്നു, 1 മാസം കഴിഞ്ഞിട്ടായിരുന്നു ഈ സ്കാനിങ്. ആ സമയത്ത് എന്റെ കയ്യിലെ ലൈൻസ് ഒന്നും ഊരിയിട്ടില്ല. ഡോക്ടർ പറഞ്ഞു 1 മന്ത് കഴിഞ്ഞിട്ടല്ലേ സ്കാനിങ്, ഇൻ കേസ് ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് കീമോ എടുക്കേണ്ടി വരും, സോ നമുക്ക് ദൂരണ്ടാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കതൊരു ഇറിറ്റേഷൻ ആയിരുന്നു. ഏകദേശം 6 മന്തായിട്ട് ഈ കൈ അനക്കുന്നില്ല, വാഷ് ചെയ്യുന്നില്ല, ഇറിറ്റേഷൻ ആണ്. സ്കിൻ മൊത്തം പീലായി പോയി, അവിടെ എല്ലാം ബ്ലിസ്റ്റർ പോലായിട്ട് ഇരിക്കുകയാണ്, ഭയങ്കര പെയിൻഫുൾ ആണ്, ചൊറിച്ചിലാണ്, ഭയങ്കര അസ്വസ്ഥതയാണ്.
ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എങ്ങനെയെങ്കിലും ഇത് കളയാമോ? ഡോക്ടർ പറഞ്ഞു 1 മന്ത് നീ ഒന്ന് ക്ഷമിക്കെന്ന് പറഞ്ഞു. ഞാൻ അതും വെച്ചോണ്ട് നടന്നു. അങ്ങനെ ഒരു ദിവസം ആയപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു ഫീവർ ഉണ്ടായി, ചിൽസ് ഒക്കെ ആയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്റെ BP ഡൗൺ ആയി, സിവിയർ വോമിറ്റിംഗ് ആയി. എനിക്ക് ഒന്നും അറിയാത്ത ഒരു അവസ്ഥ എന്റെ ജീവിതത്തിലുണ്ടായി. ഡോക്ടർ പറഞ്ഞു ഈ ഒരു പിക്ക് ലൈൻ ഇൻഫെക്റ്റഡ് ആയി, നമുക്ക് പെട്ടെന്ന് HDUലോട്ട് മാറ്റാന്ന് പറഞ്ഞു. ICUവിന്റെ ചെറിയൊരു മിനി ICU HDUലോട്ട് മാറ്റി. HDUയിൽ ചെന്ന് ഡോക്ടർ പറഞ്ഞു ഇവിടെ കിടക്ക്, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കാന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ ചെറുതായിട്ടൊന്ന് സ്റ്റേബിൾ ആയി. എന്നാൽ ഒരു 10-20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേനും എന്റെ ഒരു സിറ്റുവേഷൻ ടോട്ടലി വഷളായി പോയി. ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് പേഷ്യന്റിനെ നമുക്ക് ICUലോട്ട് മാറ്റാന്ന് പറഞ്ഞു. ആ സമയമായപ്പോഴത്തേനും എന്റെ പുറമെ എനിക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവും എനിക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കഴിവും എന്റെ പോയി കഴിഞ്ഞിരുന്നു. കാരണം ഞാൻ ടോട്ടലി ഡൗൺ ആയിപ്പോയി. നേരെ കൊണ്ടുവന്ന് എന്നെ ICUലാക്കി. എനിക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല, ശരീരം അനക്കാൻ കഴിയില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ലൈൻ ഇടാം. എന്റെ ഇവിടെ എല്ലാം സെൻട്രൽ ലൈൻ, ആർട്ടീരിയൽ ലൈൻ, എല്ലാ ലൈൻസും ഇട്ടു. അവര് പറഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു അവസ്ഥയിലായി പോയി അവര്. അപ്പം പലപ്പോഴും എന്റെ ജീവൻ പോകുന്ന അവസ്ഥയിലെത്തി. ഇടയ്ക്ക് എപ്പോഴോ ബോധം വരുമ്പോൾ ഞാൻ പറയുന്നു ഡോക്ടറെ ഞാൻ മരിക്കാൻ പോവുക, ഡോക്ടറെ ഞാൻ മരിക്കപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫേബ നിന്നെ രക്ഷിക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട്. എന്നാൽ ഏകദേശം കുറെ മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഈ ഹോസ്പിറ്റൽ വിട്ടിട്ട് എനിക്കൊരു ജീവിതം ഇല്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലെത്തി. കാരണം എന്റെ ജീവൻ പോകുന്ന പോലെയുള്ള അവസ്ഥ എന്റെ ജീവിതത്തിലെത്തി. ഞാൻ ഈ 2 കൈയും ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് എന്റെ ശരീരത്തിലോട്ട് ജീവൻ വലിച്ചെടുക്കുന്ന പോലുള്ള ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ ഇടയ്ക്കുണ്ടായി. പല പ്രാവശ്യങ്ങളായിട്ട് ആ ഒരു അനുഭവം ഉണ്ടായി. ആ സമയത്ത് ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവേ, ഇത്രയും വർഷക്കാലം ഞാൻ ജീവിതത്തിൽ ജീവിച്ചു, എന്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ജീവിതത്തിൽ വന്നു പോയെങ്കിൽ ക്ഷമിച്ച് എന്നെ കർത്താവിന്റെ രാജ്യത്തിന് അവകാശിയാക്കി എന്നെ തീർക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് എന്റെ ആത്മാവിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്റെ അച്ചാച്ചൻ ദൈവമേ ഇവിടെ ആയിരിക്കുമ്പോൾ ഒറ്റയ്ക്കായി പോവല്ലോ, അദ്ദേഹത്തിന്റെ കാര്യം എന്തായി തീരും എന്ന് ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ഓർത്തു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞാൻ കൊടുത്തു. ആ സമയത്തും ദൈവം എവിടേക്കോ എന്നെ സ്ട്രോങ് ആക്കി നിർത്തുന്നുണ്ട് എന്റെ മനസ്സിൽ. പക്ഷെ എനിക്കൊന്ന് നാവെടുത്ത് സംസാരിക്കാനോ എന്തെങ്കിലും ഒന്ന് പറയാനോ എനിക്ക് കഴിയുന്നില്ലായിരുന്നു. കാരണം ഞാൻ ടോട്ടലി ബെഡ് റിഡൻ ആയി പോയി കഴിഞ്ഞിരുന്നു. ആ സമയത്തേക്ക് ഞാൻ എല്ലാം എന്റെ ബെഡിൽ കിടക്കുന്നതും ഇരിക്കുന്നതും എല്ലാം എന്നെ ഒരാളുടെ സപ്പോർട്ട് കൂടാണ് ചെയ്യുന്നത്. കണ്ണ് തുറക്കാനോ ഒന്നും കഴിയുന്നില്ല. കാരണം എന്റെ പൾസ് ഭയങ്കര വീക്കായി പോയി. ഹാർട്ട് റേറ്റ് പലപ്പോഴും ഭയങ്കരമായിട്ട് ഹൈ ആയി പോകുന്ന അവസ്ഥയുണ്ടായി. ആ സമയത്ത് ഡോക്ടർ ചെന്ന് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ജസ്റ്റിനെ ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, 20% മാത്രമേ റിക്കവറി ചാൻസ് ഉള്ളൂ, അത് ഞങ്ങൾക്ക് പറയാൻ ഉറപ്പില്ല, ബാക്കിയെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലാന്ന് പറഞ്ഞു. അങ്ങനെ ആ പറഞ്ഞ സ്ഥാനത്ത് ഏകദേശം 5-6 ദിവസത്തോളം നമ്മൾ ഹോസ്പിറ്റലായിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ICUവിൽ നിന്ന് എന്റെ ഹാർട്ട് റേറ്റും എന്റെ പൾസ് റേറ്റും എല്ലാം നോർമൽ അവസ്ഥയിലോട്ട് എത്തി. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ജസ്റ്റിനെ പതിയെ മെഡിസിൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ICUവിൽ അവർ ആരെയും കയറ്റത്തില്ല നമ്മുടെ കൂടെ നിർത്താൻ. കാരണം എനിക്ക് സിവിയർ സെപ്റ്റിക് ഷോക്ക് ആയിപ്പോയി ബോഡി ഫുള്ള്. അങ്ങനെ അദ്ദേഹത്തിന് എന്റെ കൂട്ടത്തിൽ നിർത്തി. ഹോസ്പിറ്റൽ ഭയങ്കരമായിട്ട് എന്നെ റിക്കവറി ചെയ്ത് അവർ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ നോക്കി. അവരെല്ലാം ഒപ്പം നിന്ന് സംസാരിച്ച് ഓരോ കാര്യങ്ങളും എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഓരോ കാര്യങ്ങളും അവർ ജീവിതത്തിൽ കൊണ്ടുവന്ന് അച്ചാച്ചനെ എന്റെ കൂട്ടത്തിൽ നിർത്തി. അതുപോലെ തന്നെ മ്യൂസിക്കുകള് ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് എന്നെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ അവർ ഭയങ്കരമായിട്ട് ശ്രമിച്ചു. അവിടെ നിന്നും ദൈവം ഏകദേശം 4 ദിവസം ICUവിൽ കിടന്നു. എന്നെ ദൈവം വാർഡിലോട്ട് കൊണ്ടുവന്നു. വാർഡിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടായാലും ഡോക്ടർ വന്നു കഴിഞ്ഞ് എന്നെ മമ്മി പറഞ്ഞു നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. എന്റെ കാലിനും 2നും ബലമില്ല, ഞാൻ വീണു പോവാ. അപ്പൊ എന്റെ മമ്മി അവിടെ നിന്ന് പറഞ്ഞു ദൈവമേ എന്റെ കുഞ്ഞ് ഇത്രയും സൗഖ്യം തന്ന് വിടുതൽ തന്നിട്ട് ദൈവം എന്താ കർത്താവേ എന്റെ കുഞ്ഞിന് ഇങ്ങനെ സംഭവിച്ചത്? ഇങ്ങനെയല്ല കർത്താവേ, എന്റെ കുഞ്ഞിനെ ഇങ്ങനെയല്ല ഞാൻ കയറ്റി വിട്ടത് ഹോസ്പിറ്റലിൽ, എങ്ങനെ ഞാൻ കൊടുത്തു വിട്ടോ അതുപോലെ എന്നെ എനിക്ക് തിരിച്ചു തരണേ ദൈവമേ എന്ന് എന്റെ മമ്മി പ്രാർത്ഥിച്ചു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ആ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തതിന്റെ അടുത്ത ദിവസം തന്നെ അവർ വീണ്ടും വന്ന് എന്നെ ഫിസിയോതെറാപ്പി ചെയ്യാൻ നടന്നു. അപ്പൊ ഞാൻ തന്നെത്താൻ എഴുന്നേറ്റ് നിന്ന് നടന്നു. അപ്പം ആ ഒരു ഡോക്ടർ ഫിസിയോതെറാപ്പി ചെയ്യാൻ വന്ന ഡോക്ടർ മമ്മിയോട് പറഞ്ഞു ആന്റി എപ്പോഴും സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം എന്ന് ആന്റി പറയത്തില്ലേ, ആന്റി ആ പ്രാർത്ഥിക്കുന്നുണ്ടോ, ഫേബ ഈ നടക്കുന്നത് കണ്ടോ ആന്റി, ഞങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് അവർ പറഞ്ഞു. ദൈവം അവിടെയും ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടുവാൻ ഇടയായി തീർന്നു.
അങ്ങനെ ഏകദേശം 6-7 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അവിടുന്ന് ഞാൻ ഡിസ്ചാർജ് ആയി പോകുന്ന ദിവസം എന്റെ ഡോക്ടർ ജെപ്സി എന്നോട് വന്ന് പറഞ്ഞു, "ബേബ, ഒന്നും കൂടെ എന്നെ എഴുന്നേറ്റ് നിന്ന് നടന്ന് കാണിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ എഴുന്നേറ്റ് നിന്ന് നടന്ന് കാണിച്ചു. അദ്ദേഹത്തിന് അത്ഭുതമായിരുന്നു, കാരണം വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ദൈവം അവിടെ അത്ഭുതകരമായി വിടുവിച്ചു. സ്കാൻ ചെയ്തു, അതിലും ദൈവം വിടുതൽ തന്നു. അങ്ങനെ ഒരു വർഷത്തോളം, 1 വർഷം കഴിഞ്ഞിട്ടാണ്, പിന്നെ 3 വർഷത്തേക്കാണ് നമുക്ക് ഫോളോ അപ്പ് ചെക്കപ്പ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ 1 ഇയർ കഴിഞ്ഞിട്ടുള്ള ചെക്കപ്പ് എത്തി, പെറ്റ് സ്കാന് പോയി. ഇപ്പോഴും നമുക്ക് സന്തോഷമാണ്, ദൈവം വിടുതൽ തന്നു, ഇതിലും വിടുതലാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ റിസൾട്ട് വന്ന് ഞങ്ങൾ ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇതിനകത്ത് വന്നിരിക്കുന്ന സ്കോർ 4 ആണ്, സോ നമുക്ക് വീണ്ടും ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പിന്നെയും നമ്മൾ ശരിക്കും ഒന്ന് തളർന്നു പോകുന്ന ഒരു അവസ്ഥ വന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കർത്താവെ, ആ സമയം ഞാൻ എല്ലായിടത്തും സാക്ഷ്യങ്ങൾ പറയാൻ തുടങ്ങി. പലയിടത്തും സാക്ഷികൾ പറഞ്ഞു, ദൈവം വിടുവിച്ച ഇത് പറഞ്ഞു. കർത്താവെ, ദൈവത്തിന്റെ നാമം ദുഷിപ്പാൻ ഇടയാക്കി തരില്ല. ദൈവം എന്നെ വിടുവിച്ച ദൈവം അതെന്നും പൂർണ്ണമായിട്ട് എനിക്ക് വിടുതൽ തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സമയത്ത് വീണ്ടും ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ബയോപ്സി എടുക്കുകയാണ്. സെയിം അവസ്ഥ, പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥ. ഏകദേശം 1 ദിവസം ICUയിൽ അഡ്മിറ്റ് ആയി. ദൈവം അത് കഴിഞ്ഞിട്ട് അതിന്റെ ബയോപ്സിക്ക് വിട്ടു. സാധാരണ റിസൾട്ട് വരുമ്പോൾ 10 days ആവും. ഇത് 2 days കൊണ്ട് എന്റെ റിസൾട്ട് വന്നു. അത് വെറും ടിഷ്യൂ ഡിപ്പോസിറ്റ് മാത്രമാണ്, ക്യാൻസർ അല്ല എന്നുള്ളത്. അവിടെയും ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഡോക്ടറോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾക്കൊരു ഫാമിലി പ്ലാനിങ്, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം. അപ്പൊ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഒരു 5 വർഷം എടുക്കും, കാരണം ഇൻഫെർട്ടിലിറ്റി, ഈ മെഡിസിൻസിന്റെ കാര്യങ്ങള്, അതിനൊക്കെ അതിനോടനുബന്ധിച്ച് ഒരു കുഞ്ഞ് എന്നുള്ള ഒരു സ്വപ്നം നമുക്കിപ്പൊ കാണാൻ കഴിയത്തില്ല. എന്നാൽ പിന്നീട് ഡോക്ടർ എന്റെ ഈ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ജൂൺ ആയപ്പോൾ ദൈവം ഞങ്ങൾക്ക് ഒരു ഉദരഫലത്തെ ദൈവം ഞങ്ങൾക്ക് തന്നു. ഇപ്പൊ 7 മാസം ഞാൻ പ്രഗ്നന്റ് ആണ്. ദൈവം തന്ന ഒരു മിറാക്കിൾ ബേബി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം വൈദ്യശാസ്ത്രം പോലും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ട്രീറ്റ്മെന്റ് എടുത്ത് കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തിന്റെ ഒരു സ്പർശനം എന്റെ മേൽ ഉണ്ടായിരുന്നു. ഒരു ഉദരഫലത്തെ ദൈവം എനിക്ക് തന്നു. ദൈവം അനുവദിച്ചാൽ ഒരു മാർച്ചോടനുബന്ധിച്ച് ദൈവത്തിന്റെ ദാനമായ ഒരു കുഞ്ഞിനെ ഞങ്ങളുടെ കരങ്ങളിൽ തരുമെന്ന് വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മിനിസ്ട്രി ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ദീപം എന്നാണ് അതിന്റെ പേര്. YPN നെറ്റ്വർക്കിന്റെ ഞങ്ങൾ ഒരു ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഫാമിലി ഞങ്ങൾക്ക് ഭയങ്കര അധികം സപ്പോർട്ടായിരുന്നു. ഞങ്ങളുടെ ഒരു യങ്സ്റ്റേഴ്സിന്റെ മീറ്റിംഗ് ആണ് അത് ഞങ്ങൾ നടത്തുന്നത്. എല്ലാ സാറ്റർഡേയും ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾക്ക് ഒരു 2 മണിക്കൂർ ഞങ്ങളുടെ പ്രെയർ സെഷൻ ആയിട്ടുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ലൈക്ക് VBS ഞങ്ങള് എല്ലാ സാറ്റർഡേയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ കാര്യങ്ങളൊരു സുശേഷ വേലയോട് പോലെ ഞങ്ങള് ചെയ്യുന്നുണ്ട്. അവിടെയും ദൈവം ഞങ്ങളെ ഇപ്പോഴും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഫാമിലി ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കർത്താവ് ചെയ്ത ഉപകാരങ്ങള് ആ സുശേഷ വേലയെ ഞാൻ എത്രത്തോളം ആ ഒരു രീതിയിൽ കണ്ടോ, എന്നാൽ ഇന്ന് ഞാൻ കാണുന്നത് ദൈവം എന്നിൽ കൂടെ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ഒരു സാക്ഷ്യം വേറൊരു സാക്ഷ്യത്തിന് ഇടയാക്കി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ്. ഇന്നിപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേക പേർക്ക് ഒരുപാട് വേദനകള്, ചെറിയ രോഗമായാലും വലിയ രോഗമായാലും, അത് ഓരോരുത്തർ അനുഭവിക്കുന്ന വിഷമം അവർക്കേ അറിയത്തുള്ളൂ. എന്നാൽ നമ്മളൊന്ന് ഓർക്കുക, ദൈവത്തോട് ഒറ്റ കാര്യം ആവശ്യപ്പെടുക, ദൈവമേ എല്ലാം സഹിക്കാനുള്ള ശക്തി. താമസിച്ചാലും ദൈവം ഏറ്റവും സന്തോഷമായിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ളത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുത്തുള്ളൂ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എങ്കിലും അവ എല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ അസംഖ്യമായ അനർത്ഥങ്ങളിലും ദൈവം നമ്മൾ വിടുവിപ്പാൻ ശക്തനാണ്. അതിനെല്ലാം മുന്നിൽ ദൈവം ഓരോ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നിലും പതറിപ്പോകാതെ ദൈവത്തിന് വേണ്ടി നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുക. ദൈവം നമുക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഈ ഒരു ഇത്രയും സാക്ഷ്യം ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ആ ഒരു അത്ഭുതം എല്ലാവരോടും ഷെയർ ചെയ്യുവാൻ എനിക്ക് ഈ ഒരു അവസരം തന്ന ഡാനിയൽ പാസ്റ്ററിനോടും അരോമ TVയോടും ഞാൻ എന്റെ എല്ലാ നന്ദിയും അറിയിക്കുന്നു. കേൾക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുപ്പച്ചൻ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു പാഴ്സനേജിൽ ഒരു ദൈവദാസന്റെ മകളായി ജനിച്ചു, വളർത്തപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടതായ പേരൻസ്, അനുഗ്രഹിക്കപ്പെട്ടതായ ബാല്യകാലം, പാഴ്സനേജിലെ ജീവിതം, ചില സുഖ ദുഃഖ അനുഭവങ്ങളിലൂടെ ഒക്കെ ജീവിതം വളർത്തിക്കൊണ്ടുവന്നു. മാതാപിതാക്കന്മാരുടെ കഷ്ടത മാറണം, അവരുടെ ചില ആഗ്രഹങ്ങൾ സഫലീകരിക്കണം. അതിനു വേണ്ടിയിട്ട്
ജോലിക്ക് വേണ്ടിയിട്ട് സുവിശേഷ വേലയേക്കാൾ കൂടുതൽ ജോലിക്ക് പ്രാധാന്യം കൊടുത്ത് ജോലിയോടുള്ള ബന്ധത്തിൽ പഠനം പൂർത്തീകരിക്കുകയും ഗൾഫിലേക്ക് പോകുവാനും ഒക്കെ ഇടയായി തീർന്നു. എന്നാൽ ജോലിയോടുള്ള ബന്ധത്തിൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ കടന്നു വന്നതായ ചില ശാരീരിക പ്രയാസങ്ങൾ പരിശോധനകളിലൂടെ അത് കാൻസർ എന്ന ആ ഒരു രോഗം സ്ഥിരീകരിക്കുവാനും അതേ തുടർന്ന് നാട്ടിലേക്ക് വരുവാനും ഇടയായി തീർന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ടെസ്റ്റ് ഇല്ലാതെ ടെസ്റ്റ് മണിയില്ല. ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ പരിശോധനകളുടെ ചില നാളുകളുണ്ട്. അതിനെ അതിജീവിച്ച് പുറത്തു വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥ ടെസ്റ്റ് മണി അല്ലെങ്കിൽ ആ സാക്ഷ്യം പറയുവാൻ തക്കൊണ്ട് കഴിയുന്നു. ഡോക്ടർ ജസ്റ്റിൻ പറഞ്ഞു, മോളെ ഫേവ, ഇത് വലിയൊരു ടെസ്റ്റ് മണിയായി തീരും, നീ അനേകരോട് ഈ സാക്ഷ്യം പറയും എന്ന് അദ്ദേഹം ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന ആദ്യ കാലയളവിൽ പറഞ്ഞു വെല്ലൂർ മെഡിക്കൽ മിഷനിൽ. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഇന്ന് അത് പൂർത്തീകരിക്കപ്പെടുകയാണ്. വേദികളിൽ നിന്ന് വേദികളിലേക്ക്, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ഓരോരുത്തരിലേക്കും പ്രിയ ഫേവയുടെ സാക്ഷ്യം ഇങ്ങനെ പങ്കുവെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത്ഭുതം എന്ന് എനിക്ക് പറയാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. കാൻസർ സ്ഥിരീകരിക്കപ്പെടുകയും അത് 4ാമത്തെ സ്റ്റേജിലായിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും ഒരു കുടുംബം, ഒരു പക്ഷെങ്കിൽ ജസ്റ്റിന് അത് സ്വീകരിക്കുവാൻ തയ്യാറാകും. പക്ഷേ എങ്കിൽ ജസ്റ്റിന്റെ മാതാപിതാക്കന്മാര്, സഹോദരങ്ങള്, ബന്ധുക്കള് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസ്വാഭാവികമായ കാര്യമാണ്. ഒരു പക്ഷെങ്കിൽ ജസ്റ്റിന് പെട്ടെന്ന് ആ ഒരു മാനുഷിക പരിഗണന വെച്ചൊരു പക്ഷെങ്കിൽ മുന്നോട്ട് വരുമായിരിക്കും സ്വീകരിക്കുവാൻ. പക്ഷെ ആ മാതാപിതാക്കന്മാരെ, ആ സഹോദരങ്ങളെ, ജസ്റ്റിന്റെ മാതാപിതാക്കന്മാരെ, ആ സഹോദരങ്ങളെ ഞാൻ സല്യൂട്ട് ചെയ്യുക. അവര് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തിയെ ആ കുടുംബത്തിൽ സ്വീകരിക്കുവാൻ, അവരുടെ മകളായി അല്ലെങ്കിൽ മരുമകളായി ആ കുടുംബത്തിൽ സ്വീകരിക്കുവാൻ, വിവാഹം വേഗത്തിൽ നടത്തുവാനും 2 ദിവസം കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെന്റിന് പോകുന്നു, തലമുടി മുഴുവനും പഠിച്ചു കളയുന്നു, കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നു, ഒന്നിനു പുറകെ ട്രീറ്റ്മെന്റ്. ആ കുടുംബം ആ മുഴുവൻ ഉത്തരവാദിത്തം ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥാനത്ത് നിന്ന് ഒരു മകളെ പോലെ ശുശ്രൂഷിക്കുന്നത് പോലെ ആ മാതാപിതാക്കന്മാർ ശുശ്രൂഷിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് ആ മാതാപിതാക്കന്മാരെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു. ഇന്നും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള മാതാപിതാക്കന്മാർ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുടുംബങ്ങൾ ഉണ്ടല്ലോ. അങ്ങനെ വേറൊരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട അല്ലെങ്കിൽ ഒരു രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിയെ 100% അംഗീകരിച്ച് അവരുടെ വിഷയമായിട്ട് അത് സ്വീകരിച്ച് ആ കുടുംബത്തിൽ ഒരു വിഷയമായി, അവരുടെ ഒരു വിഷയമായിട്ട് അത് ഏറ്റെടുക്കുവാനിടയായി തീർന്ന ആ ഒരു മാതാപിതാക്കന്മാർ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫേവ പല സന്ദർഭങ്ങളിലും മാനസികമായി ക്ഷീണിച്ചപ്പോഴും കർത്താവിൻ്റെ അടുക്കല് പക്ഷപാത രോഗിയെ 4 ആള് കട്ടിലിൽ പൊക്കിയെടുത്തുകൊണ്ട് വന്നു. അവരുടെ വിശ്വാസം നിമിത്തം ആ രോഗിയെ കർത്താവ് സൗഖ്യമാക്കി എന്ന് പറഞ്ഞതുപോലെയാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത്. ഫേബായേക്കാൾ ഫേബായുടെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവരും വലിയൊരു വിശ്വാസം അവരുടെ കൈമുതലായിട്ടുണ്ട്. ആ ഒരു വിശ്വാസം ഫേബയിലേക്ക് പകർന്നു. അതെ, വിശ്വാസം ആണ് ഈ വിഷയത്തിനൊക്കെ ഒരു വിടുതലായിട്ട് നിൽക്കുന്നതെന്നാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ കാൻസർ പോലെയുള്ള ഭയങ്കരമായ രോഗം, എത്ര വലിയ രോഗമായിരുന്നാലും, കീമോതെറാപ്പിയും അതുപോലെ മറ്റു റേഡിയേഷൻസും സർജറിയും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാലും സൗഖ്യം തരുന്നത് ദൈവമാണ്. സൗഖ്യം തരുന്നത് ദൈവമാണ്. ട്രീറ്റ്മെന്റുകളൊക്കെ പലതും കഴിഞ്ഞെങ്കിലും അപ്രതീക്ഷിതമായ നിലയിൽ ജീവിതത്തിൽ കടന്നു വന്നതായ ഈ രോഗം ഇന്ന് 100% സൗഖ്യമുള്ളവളായി ഒരു 7 മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്റ്റേജിലേക്ക് തല നിറച്ച് മുടിയുള്ള ഒരു മകളായി ഇന്ന് കാണുവാൻ കഴിയുന്നതിൽ, നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നതിൽ ഒത്തിരി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
പ്രിയ ഫേബായെയും ജസ്റ്റിനെയും അവരുടെ മാതാപിതാക്കന്മാരെയും ഫേബായുടെ മാതാപിതാക്കന്മാരെയും വരുവാനിരിക്കുന്ന തലമുറയെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മിനിസ്ട്രിയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ ഒരു രോഗത്തിൻ്റെ പേര് കേൾക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭയാനകത തോന്നുന്നത്. പക്ഷെ രോഗം, എല്ലാ രോഗവും ദൈവത്തിൻ്റെ മുൻപാകെ ഒന്നുപോലെയുള്ളൂ. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവം സൗഖ്യമാക്കി. പക്ഷപാത രോഗിയോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു, എഴുന്നേറ്റ് നടന്നു. പിന്നെ അവൻ രോഗിയായ കാര്യമൊന്നും അവിടെ പറയുന്നില്ല. ബെഥസ്ദ കുളക്കരയിൽ അവൻ 38 വർഷക്കാലം അവിടെ കിടന്നു. എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു, അവൻ എഴുന്നേറ്റ് നടന്നു. പിന്നെ അവൻ്റെ കുറിച്ചൊന്നും പറയുന്നില്ല. സ്തോത്രം. ബഥാനിയയിലെ ലാസർ മരണത്തിൽ നിന്ന് 4 ദിവസത്തിന് ശേഷം മടങ്ങി വന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ഒരു പർട്ടിക്കുലർ, ഒരു ബ്രാക്കറ്റ് പീരീഡ്, ഒരു ദിവസം അല്ലെ ഒരു വിഷയം, ഒരു സമയം എല്ലാ വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടി ദൈവം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്. അതേ വാത്സല്യ സഹോദരി ഫേബയുടെ ജീവിതത്തിലും ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ സാക്ഷ്യമാണ് ആമേൻ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം, ജീവിക്കുന്ന സാക്ഷ്യം, ഒരു മിറക്കിൾ ടെസ്റ്റിമണി കർത്താവിൻ്റെ ദാസി ഫേബയിലൂടെ ദൈവം ചെയ്തിരിക്കുന്നു. ആ സാക്ഷ്യം ഒരുപാട് പേരെ, രോഗികളായിരിക്കുന്ന ഞങ്ങളെ ശ്രവിക്കുന്ന അരോമ ടിവിയിലെ പ്രേക്ഷകരോട് പറയട്ടെ, നിങ്ങളൊരു പക്ഷെങ്കിൽ ഭയാനകമായ രോഗമായിരിക്കാം, റേഡിയേഷനും തെറാപ്പിയും സർജറിയും തുടങ്ങിയ സങ്കീർണമായ ട്രീറ്റ്മെൻറ്റുകളിലും പ്രയാസത്തിലും കൂടിയൊക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. സാമ്പത്തികമായി തകർന്നും ദാരിദ്ര്യാവസ്ഥയിലും മറ്റ് പലവിധമായ കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കന്മാർ, ഭർത്താവിനെ ഓർത്ത്, മദ്യപാനിയായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഒക്കെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരായിരിക്കും. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുമോ? യേശുവിന് നിങ്ങളെ നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയും. ദൈവത്തിന് നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കൂ. തീർച്ചയായിട്ടും യേശു നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരകനായി വിടുതൽ തരുവാൻ തക്കവണ്ണം വിശ്വസ്തനാണെന്ന് നിങ്ങൾ വിശ്വസിക്കൂ. യേശുവിനെ ഇതുവരെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കുവാനും വായ്കൊണ്ട് ഏറ്റുപറയുവാനും രക്ഷകനായി സ്വീകരിക്കുവാനും കഴിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ കർത്താവിൻ്റെ മുൻപാകെ ഒന്നുകൂടി സമർപ്പിക്കൂ. കർത്താവെ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ, എൻ്റെ പ്രശ്നത്തിലേക്ക് വരണമേ, എൻ്റെ രോഗക്കിടക്കയിലേക്ക് വരണമേ. കർത്താവ് എന്നെ ഒന്ന് തൊടണമേ. നമുക്കൊന്ന് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, മുറിക്കകത്ത് കഥകടച്ചിട്ട് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് നാളെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടാവും ഒരുപക്ഷെ. അല്ലെങ്കിൽ രഹസ്യമായി കർത്താവിനെ വിശ്വസിക്കുന്നവരും ബൈബിൾ വായിക്കുന്നവരുമായിരിക്കാം നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ അത്ഭുതകരമായി വിടുവിക്കും. വിശ്വസിക്കൂ. യേശു നിങ്ങളുടെ അടുക്കലുണ്ട്. യേശു നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഫേവ ജസ്റ്റിനെ സൗഖ്യമാക്കിയ കർത്താവ് നിങ്ങളെയും സൗഖ്യമാക്കട്ടെ. നമ്മുടെ പ്രശ്നത്തിൽ നമ്മെ പരിഹാരം പരിപൂർണമായി തരുവാൻ ദൈവം വിശ്വസ്തനാകൊണ്ട് ആ ദൈവം മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കുമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രിയ ഫേബ ഒരു വാക്കിൽ പ്രാർത്ഥിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത്ഭുതങ്ങളിൽ വിശ്വസനായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ഈ ഒരു നല്ല സമയത്തിനായി ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഞങ്ങൾക്ക് ചെയ്യുന്ന ഓരോ നല്ല ഉപകാരങ്ങൾക്കും ദൈവത്തെ ഞങ്ങളോടൊന്ന് വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവെ, ദൈവം ഞങ്ങൾക്ക് തരുന്ന എല്ലാ സാഹചര്യങ്ങളിലും കർത്താവെ അങ്ങയോടൊപ്പം ചേർന്നിരുന്ന് അത് ദൈവത്തോട് എന്തിനു തന്നു എന്ന് ചോദിക്കാതെ കർത്താവെ എല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ എന്ന് കർത്താവെ ദൈവത്തോട് ഞങ്ങൾക്ക് ഓരോ നിമിഷം പ്രാർത്ഥിപ്പാൻ ഇടയാക്കി തീർക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ സമയം കർത്താവെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അനേക പേര് വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ മതങ്ങളിൽ, വിവിധ വ്യത്യസ്ത നിലപാടുകളിലായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവത്തോട് പ്രവർത്തിക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടിയന്റെ കൂടെ ഇരുന്നവനായ ദൈവം കർത്താവെ ഈ ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും ഉണ്ടായിരിക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടിയങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, ഞെരുക്കങ്ങള്, പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എങ്കിലും ദൈവം ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്തവനായ ദൈവമാണ്.
കാക്കയെ തക്ക സമയത്ത് ഏലിയാവിന്റെ കൂടെ അയച്ചവനായ ദൈവം കർത്താവെ, എന്റെ ജീവിതത്തിലും അങ്ങനെ ദൈവമേ പല അത്ഭുതങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ വിഷയത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണേ പ്രാർത്ഥിക്കുന്ന അപ്പച്ച. രോഗങ്ങളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളും ആയിരിക്കുന്നവർക്ക് ഒരു പൂർണ്ണമായ വിടുതൽ ദൈവം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ. ഇപ്പോൾ തന്നെ കർത്താവേ ദൈവമേ, രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നവർക്കൊക്കെയും ദൈവത്തിന്റെ കർത്താവെ ഓടിപ്പോകുന്ന ദൈവത്തിന്റെ വചനം അയച്ച് അവരെയൊക്കെ ദൈവം അവിടുന്ന് സൗഖ്യമാക്കിയിരിക്കാൻ ദൈവത്തോട് ഞങ്ങൾ അവിടുന്ന് കർത്താവെ ദൈവം വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവെ. ഈ ആരോമ TV കർത്താവെ എന്നും ഇനിയുള്ള തുടർന്നുള്ള ഓരോ വർഷങ്ങളിലും ഇനി എത്ര കാലം ദൈവമേ ദൈവം ആഗ്രഹിക്കുന്നു അത്രത്തോളം കാലം കർത്താവെ ഏറ്റവും കർത്താവെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും അത്ഭുതത്തിനും ദൈവമേ കർത്താവെ ഇടയാക്കി ഈ ഒരു TV കാരണമാക്കി തീരുവാൻ ദൈവമേ പ്രിയ പാസ്റ്റങ്ങളിലെ ദൈവം അവിടുന്ന് കയ്യിലെടുത്ത് ഉപയോഗിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഓരോരുത്തരെയും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണം മാനിക്കണം പ്രാർത്ഥിക്കുന്നു. അവര് ദൈവമേ കർത്താവെ ആരോടും പറയാതെ ഹൃദയത്തിന്റെ അകത്തങ്ങളിൽ കർത്താവെ നീറുന്ന ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവം അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് ദൈവമേ കൊടുക്കുമാറാണമേ പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ദൈവമേ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമസ്ത വിഷയവും സമർപ്പിക്കുന്ന കർത്താവെ, സകലവും ഞങ്ങൾക്കായി ജീവനെ വിടിഞ്ഞ യേശു അപ്പച്ചന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ടവിടുന്ന് ഉത്തരം അരുളുമാറാണമേ. ആമേൻ. 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 താങ്ക് യു പ്രിയ ഫേബ ജസ്റ്റിൻ. ഇത്രത്തോളം സമയം അരോമ TVയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിച്ചതിന്, അനുഗ്രഹിക്കപ്പെട്ട വിലപ്പെട്ട ജീവിതാനുഭവം സാക്ഷ്യം പങ്കുവച്ചതിന് പ്രിയ ഫേബയോട് നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അരോമ TVയിലെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ്റെ കൂടിയായി തീരും. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക, ഞങ്ങളെ വിളിക്കുക. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വീണ്ടും കാണും വരെയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട മൊബൈൽ നമ്പർ ഇന്ത്യ 8759592020. ഇമെയിൽ aromamatrimony2020@gmail.com.